പട്ടാമ്പിയിൽ ഓടയിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് പരന്നൊഴുകിയ സംഭവം. അടിയന്തര പരിഹാരവുമായി അധികൃതർ. പണി ഏറ്റെടുത്ത KRFBയുടെ കരാറുകാരുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു. മലിനജലം സുഗമമായി ഒഴുകിപ്പോകുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണ് ഒരുക്കുന്നത്. പട്ടാമ്പി ടൗണിലെ അഴുക്കുചാൽ നവീകരണം കാര്യക്ഷമമല്ലാത്തതിനാൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വ്യാപാരികളും കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും. ഓടയിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് പരന്നൊഴുകിയതോടെ പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധവും വമിച്ചു തുടങ്ങി. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും ടൗണിലെ മറ്റ് വ്യാപാരികളും അധികൃതരോട് സമ്മർദ്ദം ചെലുത്തിയതോടെ പണിയേറ്റെടുത്ത KRFBയുടെ കരാറുകാരുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. മലിനജലം സുഗമമായി ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനമാണ് തൽക്കാലം ഒരുക്കുന്നത്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി R. സന്തോഷ് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പട്ടാമ്പി ടൗണില് പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് വെള്ളം, പ്രത്യേകിച്ച് വേസ്റ്റ് വെള്ളം വല്ലാതെ ചാലുകളുടെ അഭാവം മൂലം പൊന്തുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ വല്ലാണ്ട് രൂക്ഷമായ സ്ഥിതിയിലേക്ക് എത്തി. ഉടൻ തന്നെ KRFBയുടെ കോൺട്രാക്ട് എടുത്ത ആളുകളെ വിളിക്കുകയും അതിന് അടിയന്തരമായിട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ വന്ന് ഇപ്പോൾ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തെ, പ്രത്യേകിച്ച് പള്ളിപ്പുറം റോഡിലെ ബസ് സ്റ്റാൻഡിന്റെ അവിടുന്ന് അങ്ങോട്ട് പള്ളിപ്പുറം റോഡ് വരേക്കുള്ള ഭാഗത്ത് അഴുക്കുചാലിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് KRFB ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്നാൽ മഴക്കാലം ആരംഭിക്കാനിരിക്കെ അഴുക്കുചാലിന്റെ നവീകരണ പ്രവൃത്തികൾ നീണ്ടുപോകുന്നതും ആശങ്കയ്ക്കിട വരുത്തുന്നുണ്ട്. അഴുക്കുചാൽ പലയിടത്തും അടഞ്ഞുകിടക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ വെള്ളം റോഡിൽ പരന്നൊഴുകും എന്നതും ഉറപ്പാണ്. വിഷയത്തിൽ അധികൃതർ വേഗത്തിൽ നടപടി കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ വ്യാപാരികൾക്കും വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വലുതായിരിക്കും. അതേസമയം KSEBയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ.